السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، أول خلق الله نور أحمدي، أهل الورى سيد كل السيد. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുവാനുള്ള ഒരു മഹത് ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഉന്മയായ റസൂലിൻ്റെ നൂറിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ മക്കയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ഈ ആലം പടക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ സർവ്വജാലങ്ങളെയും പടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നൂറിനെയാണ്. ആ റസൂലിൻ്റെ നൂറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്കെല്ലാം കടക്കാം. നാം പാരമ്പര്യമായി കൈമാറി വരുന്ന മൗലിദുൽ മങ്കൂസിയിൽ കാണാം: സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യൽ ഉദാ വഅവജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളെ ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയതാ അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആലം പടക്കുന്നതിന് മുമ്പ്, ഈ സർവ്വജാലങ്ങളെയും പടക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ സർവ്വ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് അവൻ്റെ റസൂലായ അവൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പടച്ചിട്ടുണ്ടെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ നൂറിന് വലിയ മഹത്വമുണ്ട്. ഞാൻ ആദ്യം പാടിയില്ലേ, അവ്വലു ഖൽഖില്ലാഹി നൂറു അഹ്മദി, അഹ്ലുൽ വറാ സയ്യിദി കുല്ലി സയ്യിദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യം പടച്ചത് അവൻ്റെ റസൂലിൻ്റെ നൂറിനെയാണ്. ഈ ലോകത്തുണ്ടായ സർവ്വ സയ്യിദന്മാരുടെയും സർവ്വ നേതാക്കന്മാരുടെയും നേതാവാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മഹത്വങ്ങളുണ്ട്. അതിലൂടെ തന്നെയാണ് റസൂലിന് ആദ്യം ഒരു മുൻമയുണ്ടാവാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു ഉന്മയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് സർവ്വലോകർക്കും അനുഗ്രഹമായി കൊണ്ടാണ് ഈ ലോകത്ത് ഭൂജാതനായിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഈ ലോകത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതിലൂടെ നമുക്ക് മനസ്സിലാകാം, ആറാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലേക്ക് വന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രം റഹ്മത്തായതാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വാക്യം പ്രയോഗിക്കുമായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിരിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ.
അങ്ങ് സർവ്വലോകർക്കും സർവ്വജീവജാലങ്ങൾക്കും സർവ്വ വസ്തുക്കൾക്കും അനുഗ്രഹമായി കൊണ്ടാണ് ഈ ലോകത്ത് അങ്ങേ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളതെന്ന് ഞാൻ ഇറക്കിയിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന വഹാബി പ്രസ്ഥാനങ്ങളിലെയും ചിലരും അതുപോലെ യുക്തിവാദികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഉന്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഉന്മയില്ല, റസൂലിന് ആദ്യത്തിൽ അങ്ങനെയുള്ള ജന്മമില്ലെന്ന് പറയുന്നുണ്ട്. അവർക്കെല്ലാം മറുപടിയായിട്ടാണ് ഈ ആയത്ത് നാം കാണേണ്ടത്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണുകൊണ്ടുള്ള രൂപമാക്കി മാറ്റിയതിനു ശേഷം കഅബുൽ അഹ്ബാർ പറയുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മണ്ണ് രൂപം സൃഷ്ടിച്ചതിന് ശേഷം ആ മണ്ണ് രൂപത്തിനെ കഥാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റൂഹ് ഊതുകയാണ്. അങ്ങനെ ആ റൂഹ് ഊതിക്കൊണ്ട് ആ റൂഹ് തലച്ചോറിലേക്ക് എത്തുന്ന സമയത്ത് അവിടുന്ന് ആദം നബി അലൈഹിസ്സലാമിന് ജീവൻ വെക്കുകയാണ്. അതിനുശേഷം സർവ്വപ്രകാശങ്ങളും ഉരുക്കൂട്ടിക്കൊണ്ട് ആ പ്രകാശങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മൂക്കിലൂടെ ആ നാസികയുടെ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്തതാ ഘ്രാണം, ശ്രവണം തുടങ്ങിയ എല്ലാ കഴിവുകളും സർവ്വ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള കഴിവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം കരസ്ഥമാക്കി കൊടുക്കുകയാണ്. അതിലൂടെ അതാ ആദം നബി അലൈഹിസ്സലാം ആ നൂറിൻ്റെ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിൻ്റെ നെറ്റിത്തടത്തിൽ വന്ന് നിൽക്കുകയാണ്. കുതിരയുടെ നെറ്റിപ്പട്ടം എങ്ങനെ തിളങ്ങി നിൽക്കുന്നുവോ അത്രയും മനോഹരതയോടുകൂടി ആ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കയറ്റി അയച്ചു. അങ്ങനെ സ്വർഗവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിന് ഒരു വല്ലാത്ത ആഗ്രഹമുണ്ടാവുകയാണ്. എന്താണ് ആഗ്രഹം? അല്ലാഹുവിൻ്റെ റസൂലായ അല്ലാഹുവിൻ്റെ ഹബീബായ എന്നെയും പടക്കുന്നതിന് മുമ്പ്, ഈ സർവ്വജാലങ്ങളെയും പടക്കുന്നതിന് മുമ്പ് ആ പടച്ച നൂറിൻ്റെ ഉടമയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അതിയായി ആഗ്രഹിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിനക്ക് വരും കാലത്തുള്ള പണ്ഡിതനാണ്, നബിയാണ് അദ്ദേഹം, ആ കാലത്താണ് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തള്ളവിരലിലെ 2 തള്ളവിരലിലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശം കാണിച്ചു കൊടുക്കുകയാണ്. ആ പ്രകാശം കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം ആ പ്രകാശം അതാ ആദം നബിയുടെ 2 കണ്ണുകളിലും തേക്കുകയാണ്. ആ സന്തോഷം ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് റസൂലുള്ളാഹിനോട് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, പള്ളിയുടെ മുകളിൽ നിന്ന് വിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് എൻ്റെ പേര് കേൾക്കുമ്പോൾ ആരാണ് കണ്ണ് തടവുന്നത്, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരു കാലത്തും പൂർണ്ണമായി നഷ്ടപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നവരിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം കൈപ്പറ്റുന്നവരിൽ നമ്മയൊക്കെ പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വഹ്റ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.